ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. പ്രിയനന്ദൻ്റെ നേരെ ആക്രമണം നടന്ന വിവരം ഇപ്പോൾ മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് നേരെ ഭീഷണി നേരത്തെ ഒരു വിഭാഗം ഉയർത്തിയിരുന്നു. നമ്മുടെ കേരളത്തിൽ എത്രമാത്രം അസഹിഷ്ണുത വളർന്നു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. അദ്ദേഹം അറിയപ്പെടുന്ന കലാകാരനും നാട് ആദരിക്കുന്ന വ്യക്തിയുമാണ്. ഉൽപ്പതിഷ്ണുക്കൾക്ക് ജീവന് ഭീഷണി ഉയരുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതെല്ലാം സംഘപരിവാറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ പ്രത്യേക പ്രശ്നം എന്താണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നുണ്ടായ പ്രശ്നം എന്താണെന്നുള്ളത് അത് ഗൗരവമായി തന്നെ നടപടികൾ സ്വീകരിക്കും. കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവവും പ്രോത്സാഹിപ്പിക്കപ്പെടില്ല. ശക്തമായ നടപടികൾ അതിനെതിരെ ഉണ്ടാകും. അക്കാര്യത്തിൽ സമൂഹം ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ലോക കേരള സഭ ധൂർത്താണെന്ന് പ്രതിപക്ഷം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. നിങ്ങളുടെ ചില പ്രസിദ്ധീകരണങ്ങൾ അങ്ങനെ ചില വാർത്തകൾ കൊടുത്തതായിട്ട് കണ്ടിട്ടുണ്ട്. അത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഉള്ളൊരു പ്രതികരണമാണത്. ലോക കേരള സഭ എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ഭാവി വികസനത്തിന് വലിയ സംഭാവന ഒരുക്കുന്നൊരു വേദിയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് പല പുതിയ അറിവുകളും വന്നിട്ടുണ്ട്. നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒട്ടേറെ പുതിയ വിജ്ഞാനങ്ങളും അറിവുകളും ശേഷികളുമുണ്ട്. ഇതൊക്കെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയണം. അപ്പോൾ ഇക്കാര്യത്തിൽ ഒട്ടേറെ രാജ്യങ്ങളിൽ മലയാളികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ ഇതുപോലുള്ള പ്രധാന സ്ഥാനങ്ങളിലിരിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അവർക്ക് നമ്മുടെ നാടിൻ്റെ വികസന കാര്യത്തിൽ ഈ അറിവ് പകർന്നു നൽകാൻ കഴിയും. നമ്മളിപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല നിലക്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ലോക കേരള സഭ ചേർന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു റീജിയണൽ സമ്മേളനം ചേരണമെന്ന് അന്ന് തന്നെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ റീജിയണൽ സമ്മേളനം എന്ന നിലക്ക് UAE വെച്ച് ചേരുന്നത്. UAE സമ്മേളനം ചേരുന്നുവെന്ന് കേട്ടപ്പോൾ സർക്കാർ കാര്യമായതുകൊണ്ട് അതിന് സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ചിലവുണ്ടാകുമല്ലോ എന്നുള്ള ഊഹത്തിൽ അത് പിന്നെ ധൂർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നൊരു നിലയാണുണ്ടായത്. പക്ഷേ ഇക്കാര്യത്തിൽ പ്രത്യേകമായി സർക്കാർ പൈസ ചെലവിടുന്നില്ല. ഇതിൻ്റെ സംഘാടനം, അതിൻ്റെ ആതിഥേയത്വം അവിടെയുള്ള മലയാളി കമ്മ്യൂണിറ്റിയാണ് വഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പൂർണ്ണ ചെലവ് അവർ തന്നെ വഹിക്കുകയാണ്. അതിൻ്റെ പരിപാടികൾ, ഹാള്, പരിപാടി, മറ്റ് കലാപരിപാടി ഒക്കെ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ ചെലവും അവരാണ് വഹിക്കുന്നത്. നമുക്ക് തീരെ ചിലവില്ലാതെ വരില്ല. ഇപ്പോൾ ഞാൻ പോകുന്നുവെങ്കിൽ എൻ്റെ യാത്രാ ചെലവ് ഇവിടുന്ന് ഗവൺമെൻറ്റാണ് വഹിക്കുക. പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രാ ചെലവ് ഗവൺമെൻറ്റാണ് വഹിക്കുക. അങ്ങനെയുള്ള ചിലവുകളുണ്ടാവും. അതിനപ്പുറം ഒരു ചിലവും ഇതിനില്ല. അതൊന്നും ഒരു ധൂർത്തായിട്ട് പരിഗണിക്കേണ്ടതുമല്ല. ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ആക്ഷേപിക്കാനുള്ളൊരു പ്രവണതയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ആക്ഷേപിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതാണ് നല്ലത്. പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് പറഞ്ഞ കാര്യം, അദ്ദേഹം ഈ പരിപാടിക്ക് എതിരെയല്ല. ഈ പരിപാടി നടക്കണമെന്ന അഭിപ്രായക്കാരനാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം ഇതിന് തൊട്ടടുത്ത ദിവസം വരുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ UAE വരാൻ അദ്ദേഹത്തിന് വിഷമമുണ്ട്. അത് പിന്നീടാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം മനസ്സിലാക്കാൻ കഴിയുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹമായിരിക്കില്ല ചിലപ്പോൾ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് എന്നാലും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അഥവാ പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട മറ്റൊരാൾ പങ്കെടുക്കുന്ന നിലയുമുണ്ടാകും. അതാണ് അതിനകത്തുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഒരു വിയോജിപ്പ് പ്രതിപക്ഷത്തിനോ പ്രതിപക്ഷ നേതാവിനോ ഉണ്ട് എന്ന് ആരും കണക്കാക്കേണ്ടതായിട്ടില്ല. ഇതാണ് അതിൻ്റെ വസ്തുത. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സംവിധായകൻ പ്രിയനന്ദനെതിരെയുള്ള ആക്രമണം കേരളത്തിൽ എത്രമാത്രം അസഹിഷ്ണുത വളരുന്നു എന്നതിന്റെ തെളിവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥർക്ക് ജീവന് ഭീഷണി ഉണ്ടാകുന്നു. RSSന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെ വെച്ചുപൊറിപ്പിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒപ്പം ലോക കേരള സഭ ദുബായിൽ നടത്താനുള്ള തീരുമാനം അത് ധൂർത്താണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നും അദ്ദേഹം പറയുന്നു.